അത്യന്തം ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നുള്ളത് ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവരുവാണ്. ഒരു കുറ്റവും ചെയ്യാതെ സത്യത്തിൽ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന 2 കന്യാസ്ത്രീ സഹോദരിമാരെയാണ് കഴിഞ്ഞ 7 ദിവസമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത്. ജയിലിലിടുക എന്ന് മാത്രമല്ല, വളരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും അവരുടെ കുറ്റം ആരോപിച്ച് വ്യാജമായിട്ട് ആരോപിച്ചിട്ടാണ് ഈ ജയിലിലിടൽ. ഒന്നാമത് ഇത് കേസെടുക്കേണ്ട കാര്യമുള്ളതല്ല. കേസ് എടുത്തു. എടുത്തു കഴിഞ്ഞ് പരമാവധി ഈ ജാമ്യം വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ആദ്യം മുതലേ ഛത്തീസ്ഗഡ് പോലീസ് നടത്തിയത്. അതല്ലെങ്കിൽ അവർ NIA കോടതിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. NIA ഇതുമായിട്ട് എന്താ ബന്ധം? സാധാരണഗതിയിൽ വൻപിച്ച തോതിലുള്ള മനുഷ്യക്കടത്തുകളൊക്കെയാണ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NIA ഏൽപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ NIA കേസുകൾ അന്വേഷിക്കുന്നത്. ഈ കേസ് NIA എടുക്കേണ്ട കേസാണോ ഇത്? NIA എടുപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ജാമ്യം വൈകിപ്പിക്കാനല്ലേ? എന്തായാലും ഇന്നും നാളെയുമായിട്ട് NIA കോടതി അന്തിമമായി തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള സ്വരമാണ് ഉയർന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളതിന് ഉറച്ച വിശ്വാസമുണ്ട്.